പക്ഷെ സുഭദ്രെ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ശരിയാണ്, സ്വാർത്ഥതയുടെ പേരിലാണെന്ന് വെച്ചാലും പോകണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ടല്ല സുഭദ്രെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എനിക്കറിയൂ, ഉണ്ണി വീടിന്റെ എല്ലാമായിരുന്നു. ആദ്യമായിട്ട് യൂണിഫോമിട്ട് വന്നിരിക്ക. പത്രാസ് കാണണ്ടേ? വേഗം കയറി വാ. കാക്കിയിലോ? ആ നല്ല ചേർച്ചയുണ്ട് അല്ലേ മീനാക്ഷി? അമ്പോ, കലക്കിയിട്ടുണ്ടല്ലോ കുപ്പായൊക്കെ ഇട്ടിട്ട്. ഉള്ളത് പറയണല്ലോ, ഇപ്പൊ കുറച്ച് ചൊണയൊക്കെ തോന്നുന്നുണ്ട്. കൊള്ളാം. പോയി തോർത്തിട്ടോ, നനഞ്ഞ കൈ കൊണ്ട് വെറുതെ കാക്കിക്കകത്തോട്ട് കയറിയതേ ഉള്ളൂ, അതിനു മുമ്പ് അതിന്റെ സ്വഭാവം കണ്ടു തുടങ്ങി. ഉള്ള മനുഷ്യപ്പറ്റൂടെ ഇല്ലാതെയായി. ബാലേട്ടാ, ഏതായാലും കുപ്പായത്തിൽ കയറിയ സ്ഥിതിക്ക് ആ മീശ കുറച്ചുകൂടി ഒന്ന് കനപ്പിച്ചേളാം. ഒരു കൊമ്പൻ തന്നെ ആയിക്കോട്ടെ, കുറെ കൂടി ഒരു എടുപ്പുണ്ടാവും. അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞേ, എങ്ങനെയുണ്ട് അമ്മയുടെ മോനിപ്പോ? കൊള്ളാം. കൊള്ളാമെന്ന് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഒരു അര മനസ്സോടെ. അല്ല മോനെ ബാല, ഒക്കെ നന്നായിട്ടുണ്ട്. എന്നാലും ഈ കാക്കിയുടെ നിറം ഇത് ഇട്ടുകൊണ്ട് നീ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എന്താ പറയാ, വേറെ ആരാണ്ടോ വന്ന് നിൽക്കുന്നത് പോലെ. എന്റെ കുട്ടിയാണെന്ന് തോന്നേയില്ല, ഒരകൽച്ച. ഏതായാലും ജോലിക്ക് പോകുമ്പോ മാത്രം നീണ്ടിട്ടാ മതി. വീട്ടിലെ ആ പഴയ വേഷ നല്ലത്. ബാല, അമ്മ അതൊക്കെ പറയും, വിവരം വേണ്ടേ? യു ലുക്ക് സ്മാർട്ട്. ബാക്കിയുള്ള ഒരാൾ സ്മാർട്ട് അല്ലാത്ത പോലെ. ഓടാ അവിടുന്ന്, നിന്നോടാര് ചോദിച്ചു? ആ തൊപ്പിയും കിടക്ക്. ചെറുപ്പത്തിൽ എന്റെ വലിയ ആശയായിരുന്നു ഈ യൂണിഫോം. എനിക്കോ സാധിച്ചില്ല, എന്റെ മോനെങ്കിലും അത് കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അച്ചോ, ഞാൻ പറയാം, പാടത്തിന്റെ നടുക്ക് നിർത്താൻ കൊള്ളാം. ഒരു നോക്കൂത്തിയായിട്ട്. അങ്ങനെയല്ല കുട്ടി. പൊൻപുലരളി ഭൂമിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണാ കാർകുയിലൊന്നുണ്ടല്ലോ പാടിടുന്ന ദൂരെ. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണാ കാർകുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. ഓ
കവർന്നെന്നോ തൂവെണ്ണ നീയേ ഞങ്ങൾ തൻ നവനീതം പൊന്നുണ്ണി ശ്രീചന്ദനം നേർത്ത നീലാഞ്ജനം നിന്റെ കുറുനിരകളിൽ ഇളകിടും ഒരു ചെറുനീർമണിയായെങ്കിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ ആരും കാണാതെ അരയാലിൻ കൊമ്പിന്മേലാടും പൊന്നാട് തിരിച്ചേകു നീയുണ്ണി നിസ്സംഗനായി നിന്നു പാടുന്നുവോ കൃഷ്ണ സഗമപമഗമഗ സനിപമഗമപനി സനിപമഗ സസ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴി നീ കാണാക്കാർകുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ ഓ ഇങ്ങനെ നോക്കാണ്ടിരിക്കാൻ ചമ്മു താൻ ആദ്യം ഇങ്ങോട്ട് എന്തിനാ നോക്കിയേ? ഒരാളിങ്ങനെ ഇരുശരണമില്ലാതെ നോക്കിക്കൊണ്ടിരുന്ന പിന്നെ എങ്ങനെ നോക്കാണ്ടിരിക്കുക? മനുഷ്യന്റെ മനസ്സിന് വേണ്ടാതിനൊക്കെ തോന്നിക്കാൻ രാവിലെ കെട്ടിയിരുന്നല്ലേ വന്നെങ്കിൽ ഇരിക്കും. അപ്പോ വേണ്ടാതീനൊക്കെ തോന്നി തുടങ്ങി അല്ലേ? തന്നെ കണ്ട ആർക്കാ തോന്നാണ്ടിരിക്കാൻ ചവ്വേ. പക്ഷേ വന്ന് എനിക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ ബ്രഹ്മചര്യവും ഈ പൂണൂരും മാത്രമേ ബാക്കിയുള്ളൂ. അത് നഷ്ടപ്പെടരുതെന്ന് വെച്ചിട്ടാണ് അടങ്ങിയിരിക്കാൻ പറയണത്. അടക്കം ഒതുക്കത്തോടൊക്കെ തന്നെയാ ഞാനും വളർന്നത്. താൻ വിസ്തരിക്കാൻ നിൽക്കേണ്ട ആ നിവേദ്യത്തിന് തീ പോയെന്ന് ഊതുക. പണി ചെയ്യാൻ ഞാൻ, പഴി വാങ്ങാനും ഞാൻ. അയ്യോ എന്താ കണ്ണ് ചാരം പോയി, വല്ലാത്ത നീറ്റല്. ഉള്ളു ശുദ്ധമല്ല ഞാൻ ഇങ്ങനൊക്കെ ഇരിക്കും. മനുഷ്യന് നീറ്റലെടുക്കുമ്പോഴാ കളി കളി പറഞ്ഞല്ല. നിങ്ങളൊന്ന് ഓടി തരുന്നുണ്ടോ? നിങ്ങളോ? അല്ല, അങ്ങൊന്ന് തിരുമേനി. തുറക്ക തുറന്നു പിടിക്കാത്ത ശരിക്കും. ഞാൻ പോട്ടെ.
അമ്പലത്തിൽ വരുമ്പോ ഉടുപ്പ് വരിക എന്റെ ഉണ്ണിയെ. ഞാൻ കണ്ടതിലും വലിയ പാവമൊന്നല്ലല്ലോ ഇത്. എന്താ എന്താ? എന്തായിരുന്നു അമ്മക്കുട്ടിയായിട്ട്? ഏയ്, അത് കണ്ണിനിത്തിരി കരട് പോയപ്പോ നൂതി കൊടുത്തു എന്നല്ലാണ്ടേ. അപ്പൊ ആള് വിചാരിച്ച മാതിരിയൊന്നും അല്ല. ഏയ്, വിചാരിച്ച മാതിരി തന്നെ, ഒരു മാറ്റവും ഇല്ല. ആ ശരി, ഞാൻ പോവാ. ഉണ്ണേ നിക്ക. അതിപ്പോ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് ഇതൊരു പാട്ടാക്കണ്ട. അതിനും മാത്രമുള്ള കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും ചിലപ്പോ ഓർമ്മയില്ലാണ്ടെങ്ങാനും പറഞ്ഞു പോയാലോന്നാ. അങ്ങനെ ഓർമ്മയില്ലാതെ കാര്യം എന്താ കുട്ടികൾക്ക്? നിക്ക. ഉണ്ണിക്ക് ഉണ്ണിക്കൃഷ്ണനെ നേദിച്ച ഉണ്ണിയപ്പം തരാം. ആ, ശാന്തി കഴിഞ്ഞ ഒരുപാട് കൊണ്ടുവന്നാ മതി. ഞാൻ എന്തിനാ കട്ടുറുമ്പാവും? മതിയായില്ലേ? എന്നെ കൊണ്ടേ പോകുന്നു പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. തരാ. അല്ല, അടയ്ക്ക നുറുക്കി തരണോ? വേണ്ട. എന്താ കാര്യം വെച്ചാൽ പറഞ്ഞാ മതി. ഒന്നുമില്ല. പിന്നെ അല്ല അച്ഛാ, ഈ കോളേജിൽ പോകുമ്പോ ബസ്സിലൊക്കെ എന്തൊരു തിരക്കാന്നറിയോ? ഓവർലോഡ് എന്ന് പറഞ്ഞാ ഇങ്ങനെയുണ്ടോ? ഇന്നലെ എനിക്കങ്ങ് വല്ലാണ്ട് സഹി കെട്ടു. ഞാൻ വിളിച്ചെന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇപ്പൊ ബസ്സില് ഉന്തും തള്ളും കൊണ്ട് കഷ്ടപ്പെടേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, അപ്പ വാങ്ങിത്തൊരു അച്ഛൻ എനിക്കൊരു ബൈക്കെന്ന്. അല്ല, അത് ഈ ബസ്സുകാരുടെ ഭാവം കാണാൻ നിൽക്കണ്ടല്ലോ. അല്ല, അച്ഛനൊന്നും പറഞ്ഞില്ല. അതിന് നീ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്കൊരു ബൈക്ക് വാങ്ങി തരുന്ന കാര്യം. അങ്ങനെ ഒരു വീരവാദം നീ നിന്റെ ഫ്രണ്ട്സിനോട് അടിച്ചു എന്ന് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. അയ്യോ അച്ഛാ, ചതിക്കരുത്. നാളെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. നാണക്കേടാവും. എന്റെ പൊന്നച്ഛനല്ലേ. വേണ്ട, വിസ്തരിക്കണ്ട. ഇവിടുന്ന് കോളേജിലേക്കുള്ള ദൂരം എനിക്കറിയാം. ബസ്സിൽ പോവാൻ മടിയാണെങ്കിൽ നടന്നു പോയാ മതി. അച്ഛാ പ്ലീസ്, എന്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ ഇപ്പൊ ആഗ്രഹിക്കണ്ട. പോയല്ലോ പഠിക്കാൻ നോക്ക്. അപ്പോ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങി തരില്ല? ഇല്ല. തീർച്ച? ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണോടാ? എന്നാ എനിക്കുണ്ട് വാശി. ഓ, വളരെ ന്യായമായ ഒരു ചെറിയ ആവശ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അത് അനുവദിച്ചതല്ലെങ്കിൽ അങ്ങനെ തോറ്റു പിന്മാറുമെന്നൊന്നും കരുതണ്ട. അച്ഛൻ ബൈക്ക് വാങ്ങി തരുന്നതുവരെ ഞാൻ നിരാഹാര സത്യാഗ്രഹം നടത്തും. ആയിക്കോട്ടെ. അച്ഛാ, സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യാഗ്രഹമാണ്. തമാശ പറഞ്ഞല്ല.